വിഷമത്തിലാണ് അമ്മ. അപ്പോൾ 10-ാം തീയതി അടിയുമ്പോൾ സ്ഥിരം പോകണം ബ്യൂട്ടി പാർലറിൽ. വിഷമത്തിലാണ് അമ്മ. അപ്പോൾ 10-ാം തീയതി അടിയുമ്പോൾ സ്ഥിരം പോകണം ബ്യൂട്ടി പാർലറിൽ. ഇപ്പൊ ഗ്യാസ് സ്റ്റവ്, വീഗാർഡിന്റെ ഗ്യാസ് സ്റ്റവ് നല്ല വലിയ അടിപൊളി ഗ്യാസ്, അടിപൊളി. ഈ പ്രാവശ്യം ഈ ഗ്യാസ് സ്റ്റവിലാണ്. സാധാരണ മറ്റേ കമ്മലും മാലയൊക്കെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഡയമണ്ട് കമ്മല വാങ്ങി. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരു അമ്മൂമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എനിക്ക് അമ്മയില്ല. നിങ്ങളുടെ അമ്മ അല്ലെ നിങ്ങളുടെ അച്ഛൻ ആരെങ്കിലും പ്രായമായിട്ടൊക്കെ ഇരിക്കുന്നു, അല്ലെ പ്രായമാവാൻ പ്രായമൊന്നും നോക്കണ്ട, അവരെ എല്ലാവരെയും തൊടണം, കെട്ടിപ്പിടിക്കണം, പറ്റിയാൽ ഉമ്മ കൊടുക്കണം, അവരുടെ അടുത്ത് സ്നേഹത്തിൽ പെരുമാറണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ KK ഫാമിലിയുടെ ഈ ഒരു രാജ്യം നടുങ്ങുന്ന തരത്തിലുള്ള ഈ ഒരു ഇഷ്യൂ മറ്റെല്ലാ വിഷയങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത, അതായത് പ്രമുഖ വാർത്താ ചാനലുകളിലടക്കം ഈ ഒരു വിഷയം ഏറിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ കോൺട്രവേഴ്സിയിലേക്ക് പോയ ഒരു ഇഷ്യൂ ആണ്. അത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ. നമ്മൾ നെഞ്ചിലേറ്റിയ അഹാന ഉൾപ്പെടെയുള്ള സിന്ധു ചേച്ചി ഉൾപ്പെടെയുള്ള ആളുകളുടെ യഥാർത്ഥ സ്വഭാവം ഒരു യക്ഷിക്ക് സമമായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം അഹാന ഈ രീതിയിൽ ഇത്ര മോശമായി തൻ്റെ അമ്മുമ്മയോട് ബിഹേവ് ചെയ്തത്? അഹാനെ എങ്ങനെയാണ് നെഞ്ചിലേറ്റാൻ സാധിക്കുകയെന്ന് അഹാനയെ സ്നേഹിക്കുന്ന ആളുകൾ പോലും മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? കഴിഞ്ഞ വീഡിയോയിൽ, അതായത് പുലിവാൽ കല്യാണത്തിലെ ജഗതിയുടെ അവസ്ഥയായിരുന്നു എല്ലാ റിയാക്ഷൻ ബ്ലോഗേഴ്സിനും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് സപ്പോർട്ട് കൊടുത്തത് അമ്മുമ്മയ്ക്കായിരുന്നു. എന്നാൽ അമ്മുമ്മയെ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള ഭരണിപ്പാട്ട്, കൊടുങ്ങല്ലൂർ മാത്രം കേട്ട് ശീലമുള്ള ചില ഭരണിപ്പാട്ടുകൾ, അതായത് രാവിലെ എഴുന്നേറ്റതിന് ശേഷം വാട്സപ്പിൽ ഇവരുടെ ഫാമിലി ഗ്രൂപ്പിൽ കയറിയതിനു ശേഷം അമ്മൂമ്മയെ ഭരണിപ്പാട്ട് നടത്തുന്ന രീതിയിലേക്ക് അഹാന പോകുകയായിരുന്നു. ഏതൊരു സാഹചര്യത്തിൽ ആദ്യം ആരാണ് ഭരണിപ്പാട്ട് നടത്തിയത്? എന്തുകൊണ്ടായിരിക്കാം സ്വന്തം അമ്മൂമ്മയെ ഈ രീതിയിൽ തെറി പറയുന്ന ഒരു കൊച്ചുമകളായ അഹാന രൂപാന്തരപ്പെട്ടത്? വളരെ വിശദമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഭാഗം, അതായത് ഹിഡൻ സംഭവം, അതായത് നമ്മൾ ഇതുവരെ കാണാത്ത അമ്മൂമ്മയുടെ മറ്റൊരു മുഖം വളരെ സൂക്ഷ്മമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് സംഭവിച്ചത് ഈ ഒരു വിഷയത്തിൽ? ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി കിട്ടും. അതേ ഓരോ ക്ലിപ്പിങ്ങുകളും സസൂക്ഷ്മം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതേ ഏറെ ഞെട്ടുള്ളതാക്കുന്ന രാജ്യം നടുങ്ങിയ സംഭവം തന്നെയാണ്. വളരെ വിശദമായി തന്നെ പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായി ശ്രദ്ധിക്കുക. അതേ നമ്മൾ പോകുന്നത് 4 കൊല്ലം മുമ്പുള്ള അമ്മൂമ്മയുടെ ഒരു സുപ്രഭാതം. അമ്മൂമ്മയെ കാണാൻ വേണ്ടി സിന്ധു ചേച്ചിയും മകളും കൊറോണ സമയത്ത് എത്തുന്ന ആ ഒരു വീഡിയോയിൽ ചില ഹിഡൻ സംഭവങ്ങളുണ്ട്. എന്തൊക്കെയാണ് വരട്ടെ. ബിരിയാണിയുടെ അരിയാണ് സൂക്ഷിച്ച് മാറ്റി കഴിക്കാപ്പോ ദോശ ഉണ്ടാക്കിയിട്ട് അപ്പൂപ്പന് കൊടുത്തില്ല. എടുക്കണമെങ്കിൽ പറയാം. ഞാൻ വിചാരിച്ചു ഇന്നകത്ത് കയറി സെർവ് ചെയ്ത് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴൊന്നും കഴിക്കത്തില്ല. രാവിലെ ദോശ കഴിച്ചില്ല എന്ന് പറയുന്നത്. വാഴടി ഞങ്ങൾ കഴിച്ചു ഇല്ല, നമ്മള് കഴിച്ചു. ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങി. അപ്പൂപ്പ ഇരിക്കേ. അമ്മൂമ്മ എന്തിനാ അമ്മ ഈ കസേരയിൽ ഇരിക്കുന്നത്? അവരൊക്കെ കഴിക്കുന്നത് അവർ കഴിച്ചില്ല, ഞാനൊന്നും മാത്രമേ കഴിച്ചുള്ളൂ. വിഷമത്തിലാണ് അമ്മ. അപ്പൊ 10-ാം തീയതി അടിയുമ്പോൾ സ്ഥിരം പോകണം ബ്യൂട്ടി പാർലറിൽ. ബ്യൂട്ടി പാർലറിലൊന്നും പോണ്ട. അപ്പൊ ഇല്ലാത്ത കായൊന്നും കൊടുക്കണ്ട, തൂക്കേണ്ടും വേണ്ട. അയ്യോ, നമ്മളമ്മയ്ക്ക് ബ്യൂട്ടി പാർലറിൽ പോയില്ലെങ്കിൽ വിഷമല്ലേ? അവിടെ ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. 75 വയസ്സ് പ്രായമുള്ള ഈ ഒരു അമ്മുമ്മ ഇപ്പോഴും എല്ലാ മാസവും ബ്യൂട്ടി പാർലറിൽ പോകുന്നു. അതിന് പൈസ മുടക്കുന്നതും പ്രചോദനം കൊടുക്കുന്നതും നമ്മുടെ സിന്ധു ചേച്ചിയാണ്. അതായത് എല്ലാ മാസവും ബ്യൂട്ടി പാർലറിൽ കയറി ഇറങ്ങുന്ന ഒരു അമ്മുമ്മ. ഐബ്രോ ഒന്നും ചെയ്യണ്ട. പിന്നെ ഐബ്രോ ഇല്ലായിട്ടോ കൊള്ളാവോ? ഇന്ന് ഇച്ചിരി വെന്ത് പോയി. എത്ര മാസം കൊണ്ട് ഇതൊന്നും ചെയ്യാതിരുന്നിട്ടാണ് ഇപ്പോൾ ഇതായിട്ട് വന്നവര്. കൊള്ളാം മോനെ. കാലത്തെ ദോശ ഇട്ടിട്ട് തിന്നാതെ വെച്ചിരുന്നു. ഇനിയും അത് ഒരിക്കൽ കൂടി പറഞ്ഞ ഒരു 50ാമത്തെ
പ്രാവശ്യമാണ് പറയുന്നത്. കാലത്ത് ദോശ ചുട്ടു, കാലത്ത് ദോശ ചുട്ടു. അപ്പൊ എങ്ങനെയുണ്ട്? ഇത്രയും കോരി കൊണ്ടുവന്ന് പിള്ളേരെക്കാട് അയ്യോ ഒരുപാടുണ്ട്. അയ്യോ ഇതിന്റെ ഇരട്ടിയുണ്ട് വീട്ടില്. 3 ഗ്ലാസ് ആയിരിക്കും ഞാൻ ആക്കിയത്. അതുകൊണ്ടാണ് ഇച്ചിരി അപ്പൊ എങ്ങനെയുണ്ട്? നന്നായിരിക്കണം മക്കളെ, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് വെന്ത് പോയി, പക്ഷെ അതൊരു ടേസ്റ്റ് ഉണ്ട്. ഇനിയൊക്കെയല്ലേ മക്കളെ, ഒരുപാടായി. രാത്രി കഴിക്കാനും ഉണ്ട് കേട്ടോ. ഹാപ്പി ആയോ? അപ്പൊ ദോശ ആർക്കും കൊടുക്കും? പൂച്ചയ്ക്ക് കൊടുക്കും. ശ്രദ്ധിക്കുക, അമ്മുമ്മയ്ക്കും അപ്പൂപ്പനും വേണ്ടുവോളം ബിരിയാണി വിളമ്പി മതിയാവുന്നവരെ അവിടെ ഇരുത്തി കഴിപ്പിക്കുന്ന അഹാനയും സിന്ധു ചേച്ചിയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിന്ധു ചേച്ചിക്കും അഹാനയ്ക്കും വലിയ രീതിയിലുള്ള, പ്രത്യേകിച്ച് അഹാനയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു സ്നേഹം ഈ മാതാപിതാക്കളോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് എന്താണ് സംഭവിച്ചത്? അതെ, ഓരോ ബർത്ത്ഡേക്കും, അമ്മുമ്മയുടെ ഓരോ ബർത്ത്ഡേക്കും അഹാന അമ്മുമ്മയെ കാണാൻ പോകുന്ന ഒരു കീഴ്വഴക്കമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അഹാനയുടെ ബർത്ത്ഡേക്കും അമ്മുമ്മ പതിവായി പോവുകയും ആ ഒരു ആഘോഷവേളയിൽ മുഖ്യ അതിഥിയായി മാറുകയും ചെയ്യുന്ന കാഴ്ച ഏറെ ഞെട്ടുളവാക്കുന്ന, കണ്ണീരണിയിക്കുന്ന കാഴ്ച തന്നെയാണ്. അതും കൂടെ കണ്ടതിന് ശേഷം ആ ഒരു ട്വിസ്റ്റിലേക്ക് നമുക്ക് പോകാം. അത് തന്നെ ഇങ്ങനെ തിരിച്ച് അത് തന്നെ അങ്ങനെ പിടിച്ചാ I wanted waving festivals like this. Okay. Happy birthday to you. Happy birthday to you. Happy birthday, dear Ammu. Happy birthday to you. Big. I asked. I mean. നോക്ക്, അമ്മുമ്മയെ തന്റെ തൊട്ടടുത്ത് ചേർത്തിരുത്തിയതിന് ശേഷം അമ്മുമ്മയ്ക്ക് കേക്ക് വായിൽ വെച്ച് കൊടുക്കുന്ന, അമ്മുമ്മയെ ഏറെ ലാളിക്കുന്ന ഒരു അഹാനയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നീട് എന്താണ് ഉണ്ടായത്? അതേ കഴിഞ്ഞ കൊല്ലം അമ്മുമ്മയുടെ ആ ഒരു ബർത്ത്ഡേക്കാണ് ആ ഒരു വലിയ ദുരന്തമുണ്ടായത്. എന്താണത്? ഫസ്റ്റ് വൺ ഈസ് ഓഫ് കോഴ്സ് ദി ഓലൻ ആൻഡ് സെക്കൻഡ് സർപ്രൈസ് ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഒരു ഓണം ഗിഫ്റ്റ് കൊണ്ടുപോവാണ്. വി ഗാർഡിന്റെ ഒരു ഗ്യാസ് സ്റ്റവ്, ഒരു അടിപൊളി ഗ്യാസ് സ്റ്റവ് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുപോകണം. അപ്പൊ അമ്മയ്ക്ക് ആക്ച്വലി ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് പറഞ്ഞപ്പോ നമ്മുടെ വീട്ടിലൊക്കെ വരുമ്പോൾ ഒരു ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് എടുത്ത് കൊടുത്താൽ തന്നെ ഷീ ലൈക്ക് സോ ഹാപ്പി, ഷീ വിൽ ലൈക്ക് യു താങ്ക് യു ആൻഡ് ഓൾ ദാറ്റ്. അപ്പൊ ഒബ്വിയസ്ലി ഒരു വലിയ ഗ്യാസ് സ്റ്റവ് ഒക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി അമ്മ മറ്റേ പറക്കും. അതായത് കഴിഞ്ഞ കൊല്ലം അമ്മുമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട് ഓള് പോവുകയാണ്. അഹാന പോകുന്നത് ഒരു പാത്രം നിറയെ ഓലനും ഒരു ഗ്യാസ് സ്റ്റവും. ഏറിയാൽ ഒരു ഓലൻ വെച്ച് കഴിഞ്ഞാൽ ഒരു 150 റുപ്യ ചെലവ് വരും. ഗ്യാസ് സ്റ്റവിന് അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ ഒരു 3000-3500 റുപ്യ ചെലവ് വരും. ആ 2 സാധനങ്ങളും കൊണ്ട് അമ്മുമ്മയെ ബർത്ത്ഡേ ആഘോഷിപ്പിക്കാൻ വേണ്ടി ഓള് പോവുകയാണ്. പിന്നീട് എന്താണ് ഉണ്ടായത്? ഞാൻ ആദ്യം സ്റ്റവ് അകത്ത് കൊണ്ട് വെച്ചിട്ട് അതിൽ കം ബാക്ക് ആൻഡ് ടേക്ക് ദി ഓലൻ, അല്ലെങ്കിൽ രണ്ടും കൈ പോവും. താങ്ക് യു. അമ്മൂമ്മ എത്ര നന്നായിട്ട് ഓലം വെക്കാറുണ്ടോ? അയ്യോ, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇത്ര നല്ലതായിട്ട് ഓലം വയ്ക്കാറില്ല. ഓലം മാത്രം അറിഞ്ഞൂടാ. ഞാനങ്ങനെ ഓലൊന്നും വയ്ക്കാറില്ല. അപ്പൂപ്പന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പൂപ്പന് കൊടു. ശരി അപ്പൂപ്പൻ ടേസ്റ്റ് ചെയ്ത് നോക്ക്. തുണിയിലൊന്നും വീഴാതെ കഴിക്കേ, നല്ല ടേസ്റ്റ്. കൊള്ളാവോ? കറക്റ്റ് ആണോ? അല്ല, ഇതുപോലെ ഓരോന്നൊക്കെ ചെയ്ത് പഠിക്കുന്നത് നല്ലത് തന്നെ. പിന്നെ എനിക്ക് ഈ ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാൾ എനിക്ക് വീഡിയോ ഉണ്ടാക്കാനാണ് കൂടുതൽ ഇഷ്ടം. അതായത് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ഓണത്തിന് ഒരു ഓലൻ വെച്ചുകൊണ്ട് അമ്മുമ്മയ്ക്ക് കൊടുത്ത് അമ്മുമ്മയും അപ്പൂപ്പനെയും കൊണ്ട് ആ ഓലൻ കഴിപ്പിക്കുന്നു. ഇപ്പൊ ഗ്യാസ് സ്റ്റവ്, വീഗാർഡിന്റെ ഗ്യാസ് സ്റ്റവ് നല്ല വലിയ അടിപൊളി ഗ്യാസ്, അടിപൊളി. ഈ പ്രാവശ്യം ഈ ഗ്യാസ് സ്റ്റവിലാണ് ഓണത്തിന്റെ കുക്കിംഗ് എല്ലാം ചെയ്യാൻ പോകുന്നത്. ഇത് അമ്മൂമ്മ അപ്പൊ ഇതില് പായസം ഉണ്ടാക്കിയിട്ട് ഓണത്തിന്റെ കൊണ്ടുവരണം. അത് നമുക്ക് അമ്മയുടെ ബ്ലോഗിൽ കാണിക്കാം. അപ്പൊ ഇതിൽ പായസം ഉണ്ടാക്കി സന്തോഷമായി. ഓണത്തിന് ഗിഫ്റ്റ്. അപ്പൊ ഇനി എല്ലാ ഓണത്തിനും നമുക്കൊരു ഗിഫ്റ്റ് ആക്കാം അല്ലേ? ഓണത്തിന് ഗിഫ്റ്റ് ആക്കാം. ആക്ച്വലി അമ്മൂമ്മയും അപ്പൂപ്പനും എന്റെ ചാനലില് ആദ്യമായിട്ടാണ്. അപ്പൊ ഐശ്വര്യമായിട്ട് തന്നെ എല്ലാവരോടും ഒരു ഹാപ്പി ഓണം പറഞ്ഞു. എല്ലാവർക്കും അഹാനയുടെ, അമ്മുമ്മയുടെയും അപ്പൂപ്പന്റെയും കണക്കായിട്ടുള്ള ഹാപ്പി ഓണം.
അത് ഇപ്പൊ എല്ലാത്തിനും ഒരു വ്യക്തത വന്നിരിക്കുന്നു. അതായത് ആ ഒരു വീഡിയോ സസൂക്ഷ്മം നിങ്ങൾ നിരീക്ഷിക്കുക. അമ്മുമ്മയ്ക്ക് ഓലം വെച്ച് കൊടുക്കുന്നു, അതിനുശേഷം ഗ്യാസ് സ്റ്റവ് വലിയ സർപ്രൈസ് ഗിഫ്റ്റായി. അതായത് ഈ ഗിഫ്റ്റ് കാണുമ്പോൾ അമ്മുമ്മ പാറിപ്പറന്ന് കളിക്കും എന്നുള്ള രീതിയിൽ അഹാന കൊണ്ടു കൊടുക്കുന്നു. എന്നാൽ അമ്മുമ്മയുടെ മുഖത്ത് അത്രത്തോളം ഒരു സന്തോഷമില്ല. അമ്മുമ്മയുടെ സന്തോഷം അഭിനയിക്കുന്നത് വളരെ വ്യക്തമാണ്. അതായത് അമ്മുമ്മ പ്രതീക്ഷിച്ചിരുന്നത്, പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, കഴിഞ്ഞ തവണ തന്ന ഡയമണ്ട് കമ്മലാണ്, അതിന് മുമ്പത്തെ തവണ മാല. അതായത് വലിയ വിലപിടിപ്പുള്ള 2 സമ്മാനങ്ങൾ കഴിഞ്ഞ ഓരോ തവണയും ഓരോ സീസണിലും തന്നുകൊണ്ടിരുന്ന അഹാന ഏറ്റവും തുച്ഛമായ രീതിയിൽ അമ്മുമ്മയെ അവഹേളിക്കുന്ന രീതിയിൽ ഒരു പീറ ഗ്യാസ്റ്റവും ഒരു ഓലൻ കറിയുമായിട്ട് അമ്മുമ്മയെ കാണാൻ പോയത്. അമ്മുമ്മയെ തെല്ലെന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു സംഭവത്തോടു കൂടി അമ്മുമ്മ ഇടയുകയാണ്. അതായത് തന്നെ അപമാനിക്കാൻ വേണ്ടി ഓണത്തിന് തനിക്ക് സാധാരണ നിലയ്ക്ക് തരാറുള്ള കണക്ക് ഒരു ഡയമണ്ട് റിങ്ങോ, പൊതുവേ സ്ത്രീകൾക്ക് എത്ര പ്രായമായാലും സ്വർണവും വജ്രവും ഒക്കെ കിട്ടുക എന്നുള്ളത് വലിയ സന്തോഷമാണ്. അല്ലാതെ ഈ പറഞ്ഞ ഓലങ്കറിയും സ്റ്റൗവും ഒന്നും കണ്ടു കഴിഞ്ഞാൽ ആരുടെയും മനസ്സ് കുളിക്കത്തില്ല. അത്തരത്തിൽ ഓലങ്കറിയും, ഓളെ കുറ്റം പറയാൻ പറ്റത്തില്ല അഹാനയാണ്. കാരണം ഓക്ക് ഈ പറഞ്ഞ ഡയമണ്ട് കൊടുത്ത സമയത്ത് സിനിമകളൊക്കെ ഉണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഓൾ സാമ്പത്തികമായി വലിയ രീതിയിൽ ടൈറ്റ് ആവുന്നു, സിനിമകളൊന്നും ഇല്ല, വലിയ ബുദ്ധിമുട്ടാവുന്നു. നിമിഷം എന്ന് പറയുന്ന ആ ഒരു പഹയൻ, ഓനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല, പറയത്തക്ക വരുമാനമൊന്നും ഇല്ലാതായപ്പോൾ തൻ്റെ ഗിഫ്റ്റിൻ്റെ ആ ഒരു വലിപ്പം ഓൾ ചുരുക്കുകയായിരുന്നു. ഈ രീതിയിൽ ചെറിയ ഗിഫ്റ്റ്, എന്നാൽ പോലും അമ്മൂമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ള ആ ഒരു വാക്ക് ഓള് പാലിച്ചതിന് ശേഷം കൊണ്ടു കൊടുത്ത ഈ ഗിഫ്റ്റ്, ആ ഒരു ഗിഫ്റ്റ് ഏറ്റവും ഒടുവിലത്തെ ഒരു ഹലാക്കിലെ ഗിഫ്റ്റ് ആകിയായിരുന്നു. ഈ ഒരു ഗിഫ്റ്റുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ അമ്മൂമ്മയ്ക്ക് വലിയൊരു വൈരാഗ്യം അഹാന കൃഷ്ണയോടുണ്ടായിരുന്നിരിക്കാം. അതിനെ തുടർന്ന് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം തെറി പറയുന്നത് ആരാണ്? അതെ, ആ ഒരു വീഡിയോ വരട്ടെ. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരു അമ്മുമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഹാനയുടെ തന്നോടുള്ള ആ ഒരു സ്നേഹത്തിൽ വലിയ കുറവുണ്ടെന്ന് മനസ്സിലാക്കിയ അമ്മുമ്മ വലിയ രീതിയിൽ പ്രകോപിതയായതിനു ശേഷം ഫാമിലി ഗ്രൂപ്പിൽ കയറിയതിനു ശേഷം ഒരു തെറിപ്പാട്ട് തന്നെ, അതായത് ഒരു തെറിപ്പാട്ട് കിട്ടിയിരിക്കുന്നു. അഹാനയുടെ കൈവശം ഒരു തെറിപ്പാട്ടുണ്ട്. അത് അമ്മുമ്മ തന്നെക്കുറിച്ച് പാടി പുകഴ്ത്തുന്ന ഭരണിപ്പാട്ടാണ്. ആ ഭരണിപ്പാട്ട് മറ്റുള്ള ആൾക്കാരിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നു. അതായത് അഹാനയ്ക്കെതിരെ, അഹാനയോടുള്ള ദേഷ്യത്തിന് ഒരു തെറിപ്പാട്ടുണ്ടാക്കി അമ്മുമ്മ ഗ്രൂപ്പിലിടുന്നു. അതിനെ തുടർന്ന് കടുത്ത വൈരാഗ്യം അമ്മൂമ്മയോട് അഹാനയ്ക്ക് ഉടലെടുക്കുകയാണ്. അതിന് ശേഷമുള്ള ചാറ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് തൻവി നമ്മളെ കാണിച്ചത്. അതായത് അമ്മൂമ്മയുമായി വലിയൊരു ഇഴയെടുപ്പം ഉണ്ടായിരുന്നു, വലിയൊരു കോംബോ തന്നെയായിരുന്നു ഇവരുടെ ആ ഒരു അമ്മൂമ്മ കൊച്ചുമകൾ ബന്ധം. അതിനിടയിൽ വിള്ളൽ വീഴാനുള്ള പ്രധാന കാരണം ഈ ഒരു കൊടുക്കൽ വാങ്ങലുകൾ തന്നെയായിരിക്കാം. അതിനെ തുടർന്ന് അമ്മൂമ്മ പ്രകോപിതയായി അഹാനയെ തെറിപ്പാട്ട് കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അഹാന അതേ നാണയത്തിൽ തന്നെ അമ്മൂമ്മയ്ക്ക് തിരിച്ചു കൊടുക്കുന്നു. ആ ഞെട്ടിക്കുന്ന വസ്തുതകളെല്ലാം കൂടി തൻവി എടുത്ത് പുറത്തിടുന്നു. ഇത് തന്നെയാണ് സംഭവിച്ചെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കുടുംബത്തിനും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഏറെ ദുഃഖകരമായ അവസ്ഥ. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക. ആദ്യം വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. എൻ്റെ ഭർത്താവിൻ്റെ പറയും, ഡാഡി ആ സ്ത്രീ, ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഞാൻ ഡാഡിയെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയത്. ആ സ്ത്രീ അങ്ങ് ചത്താ മതിയായിരുന്നു ഡാഡി, ആ സ്ത്രീ ചാവയില്ലല്ലേ എന്നെപ്പോഴും പറയുമായിരുന്നു. എനിക്ക് അമ്മയില്ല, നിങ്ങളുടെ അമ്മ അല്ലെ നിങ്ങളുടെ അച്ഛൻ, അവരെ എല്ലാവരും തൊടണം, കെട്ടിപ്പിടിക്കണം, പറ്റിയാൽ ഉമ്മ കൊടുക്കണം, അവരുടെ സ്നേഹത്തിൽ പെരുമാറണം.